അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുക്കറിൽ കുറച്ച് പരിപ്പും പിന്നെ ഒരു ടീസ്പൂൺ ജീരകം പിന്നെ കുറച്ച് ഉലുവയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ആവണേ. ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് നമ്മുടെ മൺപാത്രത്തിലാണ്. കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും, അതുകൊണ്ടാണ് മൺപാത്രത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ മൺപാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ഒരു ടീസ്പൂണോളം കടുക്, ജീരകം, പിന്നെ കുറച്ച് കരിവേപ്പിലയും, പിന്നെ ഒരു അര ടീസ്പൂണോളം നമുക്ക് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് സബോള അല്ലെങ്കിൽ ഒരു കുറച്ച് ചുവന്നുള്ളി നമുക്ക് മുറിച്ചിട്ട് ഒന്ന് സോട്ടേ ചെയ്യാം. ഒക്കെ വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മീഡിയം തക്കാളി മുറിച്ച് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആവണേ. നല്ലപോലെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തരി ഉപ്പിട്ടാൽ മതി, അപ്പോൾ ഒന്ന് വേഗം വാടി കിട്ടും. അപ്പോൾ തക്കാളി വാട്ടിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഏതൊക്കെ പച്ചക്കറി വേണ്ട വെച്ചാൽ ആ പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇടുക. എന്നിട്ടൊരു 1-2 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കയ്യിലുകൊണ്ട്. നന്നായി മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഒരു ടീസ്പൂണോളം സാമ്പാർ പൊടി ഇടുക. ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇടണുള്ളൂ, പിന്നെ നമുക്ക് കാച്ചുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഇടാം. പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണേ. നല്ലപോലെ 1-2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അതിൽ കിടന്നിട്ടൊന്ന് മിക്സ് ആക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു കപ്പോളം നമുക്ക് വെള്ളം ചേർക്കണം കേട്ടോ. നമുക്ക് ഒരു ലൈറ്റ് ചൂട് വെള്ളം മതി ഒന്ന് ചേർക്കുക. നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ വേവാനായിട്ടുള്ള വെള്ളം നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സ്പൂണോളം നമുക്ക് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ആ പച്ചക്കറിയിലേക്കൊക്കെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോഴേക്കും അതൊന്ന് കുതിർന്ന് കിട്ടുമേ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് നമ്മുടെ പുളി കുതിർത്ത് വെച്ചാൽ നമ്മൾ വെള്ളം മാത്രം ഒഴിക്കണ്ട കേട്ടോ. ആ വെള്ളം മാത്രം ഒന്ന് ഒഴിക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ പുളി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒന്ന് നന്നായി ഉടയ്ക്കുക. പരിപ്പും നമ്മുടെ ജീരകം, ഉലുവ ഒക്കെ നമ്മളിട്ടില്ലേ, അതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി മാഷ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിലുകൊണ്ട് തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് എത്രയാണ് വെള്ളം വേണ്ടത് വെച്ചാൽ ആ വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ വെള്ളം കുറച്ചൊരു വിധം വറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് അതിൽ എത്രത്തോണ്ട് വെള്ളം വേണമെന്നനുസരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 5-6 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് സാധാരണ നമ്മൾ കടുക് വറുത്തിട്ട് ഇടില്ലേ, അതേപോലെ കടുക് വറുത്തിടുക. കടുക്, ഉലുവ, പിന്നെ നമ്മുടെ മല്ലിയില ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കുക. നമ്മുടെ സാമ്പാർ പൊടിയും കൂടിയും ഒരു സ്പൂണും കൂടി ഇട്ടാൽ മതി. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു നല്ല സാമ്പാർ റെഡി. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു ലൈക്കും കൂടി അടിച്ചോട്ടാ.